ഇപ്രാവശ്യം ഒരു ഓണസദ്യ, അടുക്കളയില്ലാത്തൊരു ഓണസദ്യ, അടുക്കള ഉപയോഗിക്കാതെ എങ്ങനെ ഓണസദ്യ ഉണ്ടാക്കാം എന്ന് ഞാൻ പരിചയപ്പെടുത്താം. കഴിഞ്ഞ 22 വർഷമായി പത്തായം ഒരു പ്രകൃതി ആരോഗ്യ ഭക്ഷണശാല ഞാൻ നടത്തുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അതോടൊപ്പം തന്നെ വേവിക്കാത്ത ഭക്ഷണങ്ങളും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വേവിക്കാത്ത ഭക്ഷണത്തിൻ്റെ പ്രത്യേകത? എന്താണ് പച്ചക്കറി? പച്ചക്കറി എന്ന് പറഞ്ഞാൽ പച്ചയിൽ കറി വെച്ച് കഴിക്കുക, അതാണ് പച്ചക്കറി. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഭക്ഷണം തന്നെയാണ്. ഈ ഭക്ഷണം ശരിയാവാതെ ഇന്ന് നിലവിലുള്ള അസുഖങ്ങളൊന്നും മാറില്ല. സത്യത്തിൽ ഭക്ഷണം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുമില്ല. ഒരു 3 സ്പൂൺ ചെറുപയർ മുളപ്പിക്കുക, അതിനിവിടെ അല്പം ക്യാരറ്റ് ചുരണ്ടി ചേർക്കുക, അല്പം ഒരു തക്കാളി മുറിച്ച് ചേർക്കാം, അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് ചുരണ്ടി ചേർത്ത് അല്പം തേങ്ങ ചുരണ്ടി ചേർത്ത് അപ്പോൾ ലെമൺ ജ്യൂസ് കഴിച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതേ വേണ്ടൂ. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചാൽ ഒരു 5 ഇഡ്ഡലി കഴിച്ചാൽ തുല്യമായി. ലഞ്ചിന് വേണ്ടി ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവൽ കുഴയ്ക്കാം. അവൽ ഇപ്പോൾ ഇതിൽ ഗോതമ്പിൻ്റെ അവൽ കിട്ടും, ചോളത്തിൻ്റെ അവൽ കിട്ടും, അരിയുടെ അവൽ കിട്ടും, യവത്തിൻ്റെ അവൽ കിട്ടും, മുത്താരിയുടെ അവൽ കിട്ടും, റാഗി. അപ്പോൾ ഓരോ ദിവസം 5 ദിവസം 5 തരം നമുക്ക് ഭക്ഷണം കഴിക്കാം, 5 തരം ചോറ് കഴിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യാം? അതല്പം തേങ്ങാപ്പാൽ ചേർത്ത്, അല്പം തേങ്ങ അല്പം ഞെക്കി പിഴിഞ്ഞ് അത് നീര് ചേർത്ത് തേങ്ങാപ്പാൽ ചേർത്ത് അല്പം കൂട്ടി കഴിച്ചാൽ നമുക്ക് ശരിക്കും അത് ലൂസായി കഴിഞ്ഞാൽ ചോറായത്. അവൽ കഴിക്കുന്നു ചോറ് കഴിക്കുന്നു രണ്ടും എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്രാവശ്യം ഒരു ഓണസദ്യ, അടുക്കളയില്ലാത്തൊരു ഓണസദ്യ, അടുക്കള ഉപയോഗിക്കാതെ എങ്ങനെ ഓണസദ്യ ഉണ്ടാക്കാം എന്ന് ഞാൻ പരിചയപ്പെടുത്താം. വേവിക്കാതെ ഒരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, വേവിക്കാതെ പിന്നെ വെജിറ്റബിൾ സലാഡ്, സ്പ്രൗട്ട് സലാഡ്. അപ്പോൾ നമുക്ക് ഇതിൽ 2 തരം ചോറ് ഉണ്ടാക്കാം. കാരണം ഗോതമ്പിൻ്റെ ചോറ്, അരിയുടെ ചോറ്, കാര്യം 2 അവൽ ചോറ്. അതുപോലെ തന്നെ പച്ചടി, വാഴപ്പിണ്ടി കൊണ്ടുള്ള പച്ചടി ഉണ്ടാക്കാം. അതുപോലെ പായസം 2-3 തരം പായസം ഉണ്ടാക്കാം, വേവിക്കേണ്ട. തക്കാളി കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം, 2-3 തരം അച്ചാർ ഉണ്ടാക്കാം. ഒരു വിഭവസമൃദ്ധമായ സദ്യ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഒന്നും വേവിക്കേണ്ട, അടുക്കള വേണ്ട. ഒരു അച്ചാറുണ്ടാക്കും, സാധാരണ അച്ചാർ. നമ്മൾ തക്കാളി സാധാരണ സിന്തറ്റിക് വിനീഗർ ഉപയോഗിക്കും, മുളക് പൊടി ഉപയോഗിക്കും, അച്ചാർ പൊടി ഉപയോഗിക്കും. ഇതൊന്നും വേണ്ട നമുക്ക് അപ്പോൾ വേണ്ടത് തക്കാളി ചെറുതാക്കി മുറിക്കുക, ഇടിച്ചുടയ്ക്കുക, അതിൽ അല്പം ഉലുവ പൊടിച്ച് ചേർക്കാം, അല്പം അരി പൊടിച്ച് ചേർക്കാം, ബീറ്റ്റൂട്ടും പച്ചമുളകും കൂടി അരയ്ക്കുക, അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ നല്ല സുഗ്രൻ അച്ചാറായി. അച്ചാറിന് വേറെ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് അപ്പം തന്നെ. പക്ഷേ ഇത് വേറെ കുഴപ്പം കൂടുതൽ മറ്റത് കൊല്ലങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ഇത് 3 ദിവസം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ സ്വീറ്റ് സലാഡ് ഉണ്ടാക്കാം. നമുക്ക് ബീറ്റ്റൂട്ട് ചുരണ്ടി എടുക്കുക, ആ ലെമൺ ജ്യൂസ് ഒഴിക്കുക, തക്കാളി മുറിച്ച് ചേർക്കാം, കപ്പലണ്ടി മുളപ്പിച്ച് ചേർക്കാം, അല്പം ശർക്കര അല്ല തേൻ ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് സ്വീറ്റ് സലാഡായി. അതിനുശേഷം സ്പ്രൗട്ട് സലാഡ്, ചെറുപയർ മുളപ്പിച്ച്, കപ്പലണ്ടി മുളപ്പിച്ച്, മുതല മുളപ്പിച്ച്, ഗോതമ്പ് മുളപ്പിച്ച്, അല്പം ക്യാരറ്റ് ചുരണ്ടി ചേർത്ത്, അല്പം കേബേജ് ചേർത്ത്, തക്കാളി ചേർത്ത്, അല്പം തേങ്ങ ചേർത്ത്, അല്പം ലെമൺ ജ്യൂസ് കഴിച്ച സ്പ്രൗട്ട് സലാഡായി. അതും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ പച്ചടി ഉണ്ടാക്കാം നമുക്ക്. സാധാരണ പച്ചടി വേവിക്കുന്നു, ഇത് വേവിക്കാത്ത പച്ചടി. വാഴപ്പിണ്ടി ചെറുതാക്കി മുറിക്കുന്നു, നമ്മൾ തൈര് ചേർക്കുന്നു, തക്കാളി മുറിച്ച് ചേർക്കുന്നു, ചിലപ്പോൾ ജീരകം, നാളികേരം, പച്ചമുളക് അരച്ച് ചേർക്കുന്നു, കൂട്ടിച്ചേർത്ത് നമുക്ക് പച്ചടിയായി. പിന്നെ വെജിറ്റബിൾസ്, ഈ വെജിറ്റബിൾസ് ക്യാരറ്റ്, കാബേജ്, തക്കാളി, വെണ്ടയ്ക്ക, കോവയ്ക്ക, ഇതെല്ലാം കൂടി ചേർത്തതിൽ ധാരാളം ഫൈബർ കണ്ടന്റുള്ള സാധനമാണ് ഈ വെജിറ്റബിൾ സാലഡ്. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വെജിറ്റബിൾ സാലഡ് മാത്രം കഴിക്കാവുന്നതാണ്. പിന്നെ കഴിക്കാവുന്ന കാര്യം 1-2 കഷ്ണം കുക്കുംബർ കഴിക്കാം. പിന്നെ പഴങ്ങളിലേക്ക് വരുന്നു, 2-3 തരം പഴങ്ങൾ കഴിക്കാം. അതിനുശേഷം നമുക്ക് ചോറിലേക്ക് പോകാം. അപ്പോൾ അവൽ പുതിർത്തി കഴിഞ്ഞാൽ ചോറായി, അതും ഫുൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അവലിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് ചേർക്കാം, കേബേജ് ചേർക്കാം, തക്കാളി ചേർക്കാം, ഇളം വെണ്ടയ്ക്ക് ചെറുതാക്കി മുറിച്ച് ചേർക്കാം, കോവയ്ക്ക് മുറിച്ച് ചേർക്കാം, അല്പം തേങ്ങ ചുരണ്ടി ചേർക്കാം. ഇനി മധുരം വേണമെങ്കിൽ ശർക്കര ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പെപ്പർ പൗഡർ ചേർക്കാം. അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ച് നമുക്ക് ചോറിന് പകരം ചോറായി. വേവിക്കാത്തൊരു പായസം. വേവിക്കാത്ത പായസം വേവിച്ച പായസം നമ്മൾ വ്യത്യാസമില്ല. ഒന്ന്, ഈ സാധനം വേവിക്കുന്നില്ല, മറ്റത് വേവിക്കുന്നു. ആ വേവിക്കാത്ത പായസ കണ്ടൻസറിൽ പിന്നെ റോബസ്റ്റ പഴം, ദി ബെസ്റ്റ് ഏറ്റവും പേസ്റ്റായി കിട്ടുന്ന പഴം റോബസ്റ്റയാണ്. റോബസ്റ്റ പഴം, തേങ്ങാപ്പാൽ, ശർക്കര, ഈ 3 കൂടി ചേർത്ത് കഴിഞ്ഞാൽ പായസമായി. അപ്പോൾ റോബസ്റ്റ പഴം എന്ന് പറഞ്ഞാൽ ഇടിച്ചു തുടയ്ക്കുന്നു, അതിൽ ശർക്കര പൗഡറായിട്ട് ചേർക്കുന്നു, തേങ്ങാപ്പാൽ
പായസം ഉണ്ടാക്കാൻ തേങ്ങാപ്പാലും ശർക്കരയും പഴം കൂടി ചേർന്ന പായസമായി. ആ വേവിച്ച പായസം വരുന്നതിൽ അത് സാധാരണ അതിൽ ശർക്കര ഉപയോഗിക്കില്ല. ശർക്കര പായസം ഉണ്ടാക്കിയെങ്കിലും സാധാരണ പഞ്ചസാര ഉണ്ടാക്കുക, അതിൽ പാൽ ഉപയോഗിക്കും. ഇതിൽ പാൽ ഉപയോഗിക്കുന്നില്ല, പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ തേങ്ങാപ്പാൽ ശർക്കര ഉപയോഗിക്കുന്നു. നിർബന്ധമായിട്ടും പിന്നെ ഒരു ഓണമെങ്കിലും, ഇപ്പോൾ നമുക്ക് ഓണം 1, 2, 3, 4 ഓണം ഉണ്ടല്ലോ, ഒരു ദിവസത്തെങ്കിലും ഓണം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം.